അടുത്ത തിയറം ഷോ ദാറ്റ് ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് അൺകൗണ്ടബിൾ സെറ്റ്. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് അൺകൗണ്ടബിൾ ആണെന്ന് നമുക്ക് തെളിയിക്കണം. എന്ന് പറഞ്ഞാൽ 6 അൺകൗണ്ടബിൾ ആണെന്ന് തെളിയിക്കണ്ടേ. അതിന് നമ്മൾ 6ന്റെ സബ്സെറ്റ് 0യ്ക്കും 1നും ബിറ്റ്വീൻ 0 and 1 ഇടയിലുള്ള റിയൽ നമ്പേഴ്സ് അൺകൗണ്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്യും. അപ്പം 0, 1 0യ്ക്കും 1നും ഇടയിലുള്ള റിയൽ നമ്പേഴ്സ് 6ന്റെ സബ്സെറ്റാണ്, റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റാണ്. അപ്പോൾ റിയൽ നമ്പർ ഈ 0 1 ഇടയിലുള്ള റിയൽ നമ്പേഴ്സ് അൺകൗണ്ടബിൾ ആണെങ്കിൽ 6ഉം അൺകൗണ്ടബിൾ ആണ് എന്നാണ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 0, 1 ഇടയിലുള്ള റിയൽ നമ്പേഴ്സ് അൺകൗണ്ടബിൾ ആണെന്ന് തെളിയിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് അത് കൗണ്ടബിൾ ആണെന്ന് അസ്യൂം ചെയ്യും. എന്നിട്ട് നമ്മളൊരു കോൺട്രഡിക്ഷനിൽ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ഇത് കൗണ്ടബിൾ ആണെന്ന് അസ്യൂം ചെയ്തു. അങ്ങനെ കൗണ്ടബിൾ ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു R1, R2, R3 എന്ന് പറയുന്ന ഒരു സീക്വൻസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ R1 എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു റിയൽ നമ്പറാണ്. 0യ്ക്കും 1നും ഇടയിലുള്ള റിയൽ നമ്പറാണ് R1. അങ്ങനെയാണെങ്കിൽ അത് 0 പോയിന്റ് കഴിഞ്ഞിട്ടായിരിക്കും അതിന് 0യ്ക്കും 9നും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു റിയൽ ഡിജിറ്റ് ആയിരിക്കും. 0യ്ക്കും 1നും ഇടയിലുള്ള ഒരു റിയൽ നമ്പറിന്റെ ഫോം 0 പോയിന്റ് കഴിഞ്ഞിട്ട് 0യ്ക്കും 0, 1, 2, so on 9ന് ഇടയ്ക്കുള്ള ഒരു ഡിജിറ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 7 അല്ലെങ്കിൽ 7, 4, 3, 2, 1 അങ്ങനെ ആയിരിക്കും. അപ്പോൾ നമ്മൾ സീക്വൻസിൽ 0, 1 ഇടയിലുള്ള റിയൽ നമ്പേഴ്സിനെ സീക്വൻസ് അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ എലമെന്റ് R1 ആണ്. ആദ്യത്തെ സീക്വൻസിൽ ആദ്യത്തെ 1ൻ്റെ R1, രണ്ടാമത്തെ R2, മൂന്നാമത്തെ R3, നാലാമത്തെ R4 ആൻഡ് nth എലമെന്റ് Rn ആയിരിക്കും. ഇനി ഈ ഇങ്ങനെ Rn ആയിരിക്കും. അപ്പം R1നെ നമ്മൾ ഇങ്ങനെ എഴുതുന്നത് R1 ഈക്വൽ ടു ഇതാ ഇങ്ങനെ എഴുതും. 0 പോയിന്റ് D11, D12, D13, D14 ആൻഡ് സോ ഓൺ. ഈ D11 ഒക്കെ എന്തായിരിക്കും? ഒരു 0യ്ക്കും 9നും ഇടയിലുള്ള ഒരു ഡിജിറ്റ് ആയിരിക്കും. അങ്ങനെ എഴുതി. എന്നിട്ട് R2നെ അങ്ങനെ എഴുതി. അതിന് രണ്ടാമത്തെ എലമെന്റ് D22 ആണ്. R3നെ എഴുതി, R4 എഴുതി. Rn എന്തായിരിക്കും? Rn ഈക്വൽ ടു 0 പോയിന്റ് അതാണ് Rn ഈക്വൽ ടു DN1, DN2, DNN ആൻഡ് സോ ഓൺ എന്നായിരിക്കും Rn. അങ്ങനെ എല്ലാ 0യ്ക്കും 1നും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സിനെയും ഇങ്ങനെ നമ്മൾ സീക്വൻസിൽ അറേഞ്ച് ചെയ്തു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ പുതിയ 0യ്ക്കും 1നും ഇടയിലുള്ള ഒരു പുതിയ റിയൽ നമ്പർ R എടുക്കും. പുതിയ റിയൽ നമ്പർ R കൺസ്ട്രക്ട് ചെയ്യും. R ഈക്വൽ ടു 0 പോയിന്റ് D1, D2, D3 ആൻഡ് സോ ഓൺ ആയിരിക്കും. R ഈക്വൽ ടു അതാണ് ഇതാ R ഈക്വൽ ടു 0 പോയിന്റ് D1, D2, D3 ആൻഡ് സോ ഓൺ. ഈ റിയൽ നമ്പർ 0യ്ക്കും 1നും ഇടയിലുള്ളതായിരിക്കും. കാരണം എന്താ? 0യ്ക്ക് 0.1 ആണ്, 0 പോയിന്റ് D1 ആണ്. അപ്പോൾ 0യ്ക്കും 1നും ഇടയിലുള്ളതാണ്. ഈ റിയൽ നമ്പർ 0യ്ക്കും 1നും ഇടയിലുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞിടത്തൊന്നും ഈ അറേഞ്ച് ചെയ്തതിലൊന്നും ഇല്ല എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്ന ഒരു 0യ്ക്കും 1നും ഇടയിലുള്ള റിയൽ നമ്പർ അറേഞ്ച് ചെയ്തില്ലെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തെറ്റാണ്. അപ്പോൾ 0, 1നിടയിലുള്ള റിയൽ നമ്പേഴ്സ് കൗണ്ടബിൾ ആണെന്നുള്ളത് തെറ്റാണ്. അപ്പോൾ ഒരു കോൺട്രഡിക്ഷൻ കിട്ടും. അപ്പോൾ 0, 1 അൺകൗണ്ടബിൾ ആണ്. അങ്ങനെ അതിൻ്റെ സൂപ്പർ സെറ്റും റിയൽ നമ്പേഴ്സും അൺകൗണ്ടബിൾ ആണ്. നെക്സ്റ്റ് നമ്മളൊരു എലമെന്റ് കൺസ്ട്രക്ട് ചെയ്യുവാണ്. R എന്ന് പറയുന്ന ഒരു എലമെന്റ് കൺസ്ട്രക്ട് ചെയ്യുവാണ്. ഈ എലമെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ R ഈക്വൽ ടു 0 പോയിന്റ് ഇതിൻ്റെ അകത്തുള്ള ഡിജിറ്റുകളെല്ലാം ഒന്നുകിൽ 4 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 4, 5, 4, 4, 5, 4 ഇങ്ങനത്തെ ഒരു എലമെന്റ് ആയിരിക്കും. ഒരു നമ്പറാണ് അത്. 0യ്ക്കും 1നുള്ള നമ്പറാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ R1 അല്ല, ഈ R2 അല്ല, R3 അല്ല, R4 അല്ല, Rn അല്ല. അങ്ങനെ ഉള്ള ഇതിൻ്റെ അകത്തൊന്നും ഈ R ഇല്ലെന്നാ പറയുക. അങ്ങനെയാണെങ്കിൽ ഈ R എന്തായിരിക്കും? 0യ്ക്കും 1നും ഇടയിലുള്ള ഒരു റിയൽ നമ്പറാണ്. അത് ഈ സീക്വൻസ് അറേഞ്ച് ചെയ്തെടുത്ത് എവിടെയുമില്ല. അങ്ങനെയാണെങ്കിൽ 0, 1നെ നമുക്ക്
സീക്വൻസ് അറേഞ്ച് ചെയ്യാൻ പറ്റില്ലെന്നാണ്. അപ്പം നമ്മൾ ഇനി 6 കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. 6 കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 6 കൺസ്ട്രക്ട് ചെയ്യുന്നത്. 6 കൺസ്ട്രക്ട് ചെയ്യുന്നത് നമ്മൾ ആദ്യം ഈ R1 എടുക്കും. R1ൻ്റെ ith ഡിജിറ്റ്, R1ൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ D11 4 ആണോന്ന് നോക്കും. 4 അല്ലെങ്കിൽ അതെന്തായിരിക്കും, നമ്മൾ ആറിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ്, ഇതിവിടെ എത്രയാ, D11 4 അല്ലെങ്കിൽ D1 എന്തായിരിക്കണം, 4 ആയിരിക്കണം. അപ്പോൾ ഇവിടെ 4 അല്ല, ഇവിടെ 2 ആണ്. അതുകൊണ്ട് നമ്മളിവിടെ 4 എടുത്തു. ഇനി നമ്മൾ D2 എടുക്കണം. D2 എന്ന് പറയുന്ന D2ൻ്റെ D22 4 ആണോ എന്ന് നോക്കണം. ഇതാ D22 ഇവിടെ 4 ആണ്. അപ്പോൾ D22 4 ആണെങ്കിൽ അത് 5 എടുക്കണം. 5 എടുത്തു. ഇനി D3 എടുക്കുക. D3 ഇവിടെ D3 എടുക്കുക. D33 എത്രയാണെന്ന് നോക്കണം. D33 എത്രയാണെന്ന് നോക്കണം. D33 ഇതാ, ഈ D33 എത്രയാ, D33 4 അല്ല. അപ്പം നമ്മൾ അതിനെ 4 ആയിട്ട് എടുക്കണം. ഇനി D4 എത്രയാ, D4 ആണ്. D4ൽ നമ്മൾ എന്ത് ചെയ്യണം, D44 നോക്കണം. D44 എത്രയാ, D44 4 അല്ല, 5 ആണ്, 4 അല്ല. അപ്പം നമ്മൾ എന്ത് എടുക്കണം, 4 അല്ല. അപ്പം നമ്മൾ അതിനെ 4 ആയിട്ട് എടുക്കണം. ഇനി അതുപോലെ അങ്ങനെ എടുക്കണം. അത് D66 എടുക്കണം. D66 4 അല്ലെങ്കിൽ നമ്മൾ D6 4 ആയിരിക്കും. ഈ D7 ആണ് എടുക്കേണ്ടത്. D7 എടുക്കാനായിട്ട് D77 4 ആണെങ്കിൽ 5 എടുക്കുക. അങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക. ഇങ്ങനെയാണ് എടുത്തു വരിക. ഇനി എന്താണ് ഈ R എന്ന് പറയുന്നത്, ഈ R എന്ന് പറയുന്ന ഈ 0ക്കും 1നുള്ള റിയൽ നമ്പർ R1 അല്ല. കാരണം R1ൻ്റെ ആദ്യത്തെ ഡിജിറ്റ് 2 ആണ്. ഇത് 4 ആണ്. ഇത് R2 അല്ല. R2ൻ്റെ സെക്കൻഡ് ഡിജിറ്റ് എന്താണ്, ഇവിടെ 4 ആണ്, ഇവിടെ 5 ആണ്. ഇത് R3 അല്ല. R3യുടെ തേർഡ് ഡിജിറ്റ് എത്രയാ, ഇവിടെ 1 ആണ്, ഇവിടെ 4 ആണ്. ഇനി R4 അല്ല. R4ൻ്റെ ഫോർത്ത് ഡിജിറ്റ് ഇവിടെ 5 ആണ്, ഇവിടെ 4 ആണ്. ഇനി R5ന് കൊടുക്കുക. R5ൻ്റെ ഫിഫ്ത്ത് ഡിജിറ്റ് 4 അല്ല, അതുകൊണ്ട് ഇവിടെ 4 എടുത്തു R5ൻ്റെ. ഇനി R6ൻ്റെ സിക്സ്ത് ഡിജിറ്റ് 4 അല്ല, അതുകൊണ്ട് 4 എടുത്തു. R7ൻ്റെ സെവൻത് ഡിജിറ്റ് 4 ആണ്, അതുകൊണ്ട് 5 എടുത്തു. ആൻഡ് സോ ഓൺ. അങ്ങനെ എടുത്തപ്പോൾ ഈ R എന്ന് പറയുന്ന ഈ റിയൽ നമ്പർ, 0ക്കും 1നും ഇടയിലുള്ള റിയൽ നമ്പർ ഒന്നും ഈ സീക്വൻസിൽ വരുന്നില്ല. അതുകൊണ്ട് എന്താ, ഈ സീക്വൻസിൽ വരുന്നില്ലാത്തതുകൊണ്ട് ഇതൊരു ഈ സീക്വൻസിൽ അറേഞ്ച് ചെയ്യാം. 0ക്കും 1നും ഇടയിലുള്ള റിയൽ നമ്പേഴ്സിനെ സീക്വൻസിൽ അറേഞ്ച് ചെയ്യാമെന്ന് പറയുന്നത് തെറ്റാണ്. അതുകൊണ്ട് അത് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 0, 1 എന്താണ്, അൺകൗണ്ടബിൾ ആണ്. അതുകൊണ്ട് അതിൻ്റെ സൂപ്പർ സെറ്റും അൺകൗണ്ടബിൾ ആണ്. ഇനി ഇവിടെ ഒരു പുതിയ കാര്യം നമ്മൾ പറയുന്നത്, ഒരു ഡെസിമൽ സംഖ്യയെ, ഇപ്പോൾ 1 എന്ന് പറയുന്ന ഡെസിമൽ സംഖ്യയ്ക്ക് അങ്ങനെയുള്ളതിന് ഇതിനെ നമ്മൾ 0.9999 എന്ന് എഴുതാം. അങ്ങനെയുള്ള എല്ലാം 9 ആണെങ്കിൽ അതിനെ 2 തരത്തിൽ എഴുതാം. ഇപ്പം 2.3നെ നമുക്ക് എന്തെഴുതാം, 2.99999 ആൻസർ എല്ലാം 9 ആയിട്ടും എഴുതാം. 2.99 അല്ല, സോറി, 2.999 അല്ല, 2. ഇവിടെ 3 അല്ലേ, അപ്പോൾ 2.2999 എഴുതാം. 2999 എഴുതാം. 2 തരത്തിൽ എഴുതാം. അപ്പം എല്ലാം 9 ആണെങ്കിൽ, ടെയിൽ എൻഡിൽ വരുന്നത് എല്ലാം 9 ആണെങ്കിൽ അതിന് 2 തരത്തിലുള്ള ഡെസിമൽ എക്സ്പാൻഷൻ ഉണ്ട്. അത് നിങ്ങൾ തിയറത്തിൽ പറയണമെന്നില്ല, ഞാനിവിടെ പറഞ്ഞതേ ഉള്ളൂ. അല്ലാത്തതിനെല്ലാം ഒറ്റ ഡെസിമൽ എക്സ്പാൻഷനേ ഉള്ളൂ. ഓക്കെ.